യുദ്ധം തുടരുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ അവഗണിച്ച് ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനി. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലെ 10ാം ദിവസമാണ് ആശുറ. സുന്നി ഷിയ മുസ്ലിങ്ങൾക്ക് ഇതൊരു പ്രധാന ദിവസമാണ്. എന്നിരുന്നാൽ ഈ രണ്ട് സമുദായങ്ങളും ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് ആചരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് ഇറാൻ. അഗാധമായ ദുഃഖാചരണ ദിനമാണ് ആശുറ. പ്രവാചകൻ മുഹമ്മദിന്റെ ചെറുമകനായ ഹുസൈൻ ഇബ്നു അലിയുടെ രക്തസാക്ഷിത്വത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. AD 680 കർബല യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ആശുറയുടെ ആത്മാവ് എന്നത് അടിച്ചമർത്തലിനെതിരായ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അചഞ്ചലമായ വിശ്വാസം, ധാർമ്മിക ധൈര്യം, ദൈവിക ഇടപെടൽ എന്നിവയും ഇതിനർത്ഥം. ആശുറയെ സ്നേഹിക്കുന്ന ഇറാൻ രാഷ്ട്രം നിങ്ങളുടെ കടലാസ് ഭീഷണികളെ ഭയപ്പെടുന്നില്ല എന്നാണ് ലാരിജാനി പറഞ്ഞത്. നിങ്ങളെക്കാൾ വലിയവർക്ക് പോലും ഇറാനിയൻ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇല്ലാതാക്കപ്പെടാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക എന്ന് ലാരിജാനി ട്വിറ്ററിൽ കുറിച്ചു. ട്രൂത്ത് സോഷ്യൽ എന്ന വിഷയത്തിൽ ട്രംപിന്റെ പോസ്റ്റിന് പിന്നാലെയാണ് ലാരിജാനിയുടെ പരാമർശം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടയാൻ ശ്രമിച്ചാൽ ഇറാൻ കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന നിർണായക ജലപാതയാണിത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണപ്രവാഹം തടയാൻ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് കൂടുതൽ കഠിനമായി അമേരിക്ക അവരെ ആക്രമിക്കും. കൂടാതെ എളുപ്പത്തിൽ നശിപ്പിക്കാവുന്ന ലക്ഷ്യങ്ങൾ തങ്ങൾ തകർക്കും. അത് ഇറാനെ ഒരു രാഷ്ട്രമായി വീണ്ടും നിർമ്മിക്കുന്നത് അസാധ്യമാക്കും. മരണം, തീ, ക്രോധം എന്നിവ അവരുടെ മേൽ വാഴും. പക്ഷേ അത് സംഭവിക്കരുത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ട്രംപ് കൂട്ടിച്ചേർത്തു. നിങ്ങൾ സ്വയം സൂക്ഷിക്കുക എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണം, തീ, ക്രോധം മുന്നറിയിപ്പിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാൻ വധഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനി പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണികളെ അവഗണിച്ചു. അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇറാൻ ഭയപ്പെടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ സ്വയം സൂക്ഷിക്കുക എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണം, തീ, ക്രോധം മുന്നറിയിപ്പിന് ശേഷം ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാന്റെ വധഭീഷണി ഇപ്പോൾ ആശങ്ക ഉണർത്തുകയാണ്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിച്ചടിച്ചു. ഭീഷണികൾ ഉയർത്തുന്നതിനെതിരെയും സ്വന്തം ഒഴിവാക്കലിനെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയതിലൂടെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ പൊള്ളയായ ഭീഷണികളെന്ന് താൻ വിശേഷിപ്പിച്ചതിനെ ഇറാനിയൻ ജനത ഭയപ്പെടുന്നില്ല എന്നാണ് ലാരിജാനിയുടെ വാക്കുകൾ. ആ പഠിപ്പിക്കലുകളിൽ നിന്നാണ് ഇറാൻ ധൈര്യം ഉൾക്കൊള്ളുന്നത് എന്നും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് ലാരിജാനി ആശ്രയയുടെ ആത്മാവിനെ താൻ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഫെബ്രുവരി 28 പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വലിയ വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. നിരവധി മുതിർന്ന കമാൻഡർമാരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇത് കനത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായി. മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ ഇസ്രായേൽ സ്ഥാനങ്ങൾക്ക് നേരെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തിരമാലകൾ വർഷിച്ചു. മാർച്ച് 11 ഇസ്രായേൽ, USA, ഇറാൻ എന്നിവ തമ്മിലുള്ള സൈനിക സംഘർഷം 12ാം ദിവസത്തിലേക്ക് കടന്നു. ഇത് എത്ര നാൾ തുടരും എന്ന് വ്യക്തമല്ല. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൊവ്വാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറക്ചിയുമായി സംസാരിച്ചു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്ത സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇത് 3ാം തവണയാണ് ജയശങ്കർ അറക്ചിയുമായി സംസാരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി വിശദമായ സംഭാഷണം നടത്തി. ബന്ധം തുടരാൻ ഞങ്ങൾ സമ്മതിച്ചു എന്നായിരുന്നു ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണ വിതരണത്തിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് രണ്ട് വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നത് എന്ന് ഏജൻസി അറിയിച്ചു. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഇടുങ്ങിയ കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ആഗോള എണ്ണ വാതക വിലകൾ കുതിച്ചുയർന്നു. ആഗോള എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% കൈകാര്യം ചെയ്യുന്നത് ഈ കടലിടുക്കാണ്. ഇറാനിലെയും മേഖലയിലെയും സംഭവ വികാസങ്ങളിൽ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആശങ്ക ജയശങ്കർ അറാക്ചിയെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ ചർച്ചയിലേക്കും നയതന്ത്രത്തിലേക്കും തിരിച്ചുവരവിനെ ഇന്ത്യ അനുകൂലിക്കുന്നു എന്നും സംഘർഷം ലഘൂകരിക്കുന്നതിനും സംയമനം പാലിക്കുന്നതിനും സാധാരണക്കാരുടെ സംരക്ഷണത്തിനും വേണ്ടി വാദിക്കുന്നു എന്നും തിങ്കളാഴ്ച പാർലമെന്റിൽ ജയശങ്കർ പറഞ്ഞു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രസ്താവനകൾ നടത്തിയ ജയശങ്കർ ഉയർന്നുവരുന്ന സംഭവ വികാസങ്ങൾ നരേന്ദ്രമോദി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. ഫെബ്രുവരി 28 സംഘർഷം ആരംഭിച്ചത്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും മറുവശത്ത് ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിന് മാത്രമല്ല നിരവധി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ നേതൃത്വ തലത്തിൽ ഉൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങളും മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശവും ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി 28 സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയതായും എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും അഭ്യർത്ഥിച്ചതായും മന്ത്രി പറഞ്ഞു.
സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സംഭാഷണവും നയതന്ത്രവും പിന്തുടരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്നു. പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും സംഭാഷണവും നയതന്ത്രവും പിന്തുടരും. മേഖലയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.